കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടിച്ച കേസിൽ മുഖ്യ കണ്ണികൾ പിടിയിൽ. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയ 2 ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, ലഹരിയുടെ ഉറവിടത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണോ? എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട 2 അറസ്റ്റാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ നിലവിൽ 6 ആളുകൾ അറസ്റ്റിലായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ, അതായത് ഈ കുട്ടികളിലേക്ക് കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിച്ച യഥാർത്ഥ പ്രതികളെ അടക്കം പിടികൂടാനുള്ള ശ്രമമായിരുന്നു പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കടക്കം ഇതിൽ ബന്ധമുണ്ട് എന്ന പോലീസ് ആദ്യം തന്നെ ഒരു നിഗമനത്തിലെത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച 2 പേരെയാണ്, അതായത് ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് വിതരണം ചെയ്ത ആളുകളിലേക്ക് അടക്കം കഞ്ചാവ് എത്തിച്ച 2 ബംഗാൾ സ്വദേശികളെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കഞ്ചാവ് കൊണ്ടുവരികയും ഈ വിദ്യാർത്ഥികൾ കടയിലടക്കം വിതരണം ചെയ്യാൻ, വിൽപ്പന നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ 2 പേരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 6 പേർ അറസ്റ്റിലായതിൽ 2 പേർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. മറ്റ് 4 പേർ, അതായത് 2 വിദ്യാർത്ഥികളും 2 പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം 4 പേരാണ് ഈ 2 കിലോ കഞ്ചാവ് സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് അറസ്റ്റിലാകുകയും ചെയ്തത്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവ് എത്തിച്ചത് ഈ ബംഗാൾ സ്വദേശികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ ഇതിനു മുമ്പ് പല തവണകളിലായി ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുകയും അത് വിതരണം ചെയ്യാൻ ഉള്ള ശൃംഖലയുടെ കണ്ണികളാക്കി ഇവരെ ചേർക്കാനുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പുറത്തുനിന്ന് കഞ്ചാവ് എത്തിച്ച് കേരളത്തിൽ പലയിടങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 2 ബംഗാൾ സ്വദേശികൾ എന്നുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 2 അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളടക്കം രൂക്ഷമാക്കിയിരുന്നു. ഒറീസ സ്വദേശി സംശയത്തിന്റെ നിഴലിലുണ്ടായിരുന്നു. ആലുവ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. എന്തായാലും ഈ അറസ്റ്റിലായ കസ്റ്റഡിയിലുള്ള റിമാൻഡിലുള്ള ആളുകളെ അടക്കം പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങളും സൂചനകളും ലഭിച്ചത്. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള വഴികൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഇവർ ഇതിനു മുമ്പും പലതവണ ഈ കഞ്ചാവ് കേസുകളിലടക്കം ഇടപെട്ട ആളുകളാണ്. അത് ചെറിയ അളവിലടക്കം കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘങ്ങളിലേക്ക് ഇവർ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടിച്ച കേസിൽ മുഖ്യ കണ്ണികൾ പിടിയിലായിരിക്കുന്നു. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.